എല്ലാം കൈവിട്ടു പോയടാ. ഞാൻ ഇന്ന് നിന്നോട് പറയുന്നൊരു ഡയലോഗുണ്ട്. എന്താണെന്നറിയോ? അവള് എന്റെ പെണ്ണാ. അരുൺ, അരുൺ, അരുൺ നിക്ക്. ആന്റിയുടെ പുന്നാര ചെക്കനെ ഞാൻ കെട്ടുന്നതിൽ എതിർപ്പൊന്നുമില്ലല്ലോ അല്ലേ? മരുമകളെ ഞാനൊന്ന് എത്തട്ടെ. ചില ഭരണപരിഷ്കാരങ്ങളൊക്കെ ഉണ്ടാവും. ഞാനാകും ആന്റിയെ ശുശ്രൂഷിക്കുക. ആന്റിയെ കൊണ്ട് ഞാൻ നൃത്തം ചെയ്യിക്കും. എന്താ സോന, പ്രതിഭയ്ക്ക് ക്ലാസ് എടുക്കുകയാണോ? ആന്റിക്ക് കൂട്ടിരിക്കുക. നീ ഒന്ന് വന്നേ. ഞാൻ ഉടനെ വരാം. എന്താ ആന്റി? വളരെ സീരിയസ് ആയ ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. തീരുമാനം ഇപ്പോ ഈ നിമിഷം എടുക്കേണ്ടതാ. സബ്ജക്ട്? മനുവിന്റെ വിവാഹം. ഞാനത് സമ്മതിച്ചതാണല്ലോ. അതെ, പക്ഷേ പിന്നോട്ട് പോകില്ല എന്നുള്ള ഉറപ്പാണ് എനിക്ക് വേണ്ടത്. രാജീവേട്ടൻ ഇപ്പോഴും ശക്തമായി എതിർക്കുന്നുണ്ട്. ഞാൻ വിവാഹം ഡിക്ലെയർ ചെയ്താൽ അത് നടന്നിരിക്കും. അതിനു മുമ്പ് ഒരു ചാൻസ് നിനക്ക് തരുക. ഇപ്പൊ വേണമെങ്കിൽ പിന്മാറാം. അത് നാളെ ആയാൽ അതെന്നോട് ചാലഞ്ച് ചെയ്യുന്നതിന് തുല്യമാ. മല്ലിക അത് സഹിക്കില്ല. ഞാൻ എന്തുറപ്പാ തരേണ്ടത്? പുതിയൊരു വാർത്ത കൂടിയുണ്ട്. അവളെ, ആ നശിച്ച പെണ്ണിനെ മനുവിന്റെ പിയാക്കിയവൻ. ഇപ്പൊ തന്നെ ഞാനൊരു തീരുമാനമെടുത്തില്ലെങ്കിൽ അവൻ കൈവിട്ടു പോവും. എന്ത് പ്രതിബന്ധമുണ്ടായാലും എന്റെ തീരുമാനത്തിൽ നിന്ന് ഞാൻ പിന്മാറില്ല. സത്യം. തിരിച്ചും ഞാൻ പറയുന്നു, എന്നെ നാളെ വേണ്ടെന്ന് വെക്കരുത്. ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ നിങ്ങളുടെ നിശ്ചയം നടന്നിരിക്കും. ഒപ്പിട്ടു. എടുക്കാം. അഞ്ജു, എന്റെ ഫയൽ ഇതുവരെ ഒപ്പിട്ടില്ല. സാർ ഉദ്ദേശിക്കുന്ന ഫയൽ ഞാൻ ഒപ്പിടാനുള്ളതല്ല, തിരിച്ചയക്കാനുള്ളതാണ്. പല പ്രാവശ്യം ഞാനത് തിരിച്ചയച്ചതാ. ആ അമ്മേ, നീ ഓഫീസിലാണോ എസ്റ്റേറ്റിലാണോ? ഓഫീസില്. ഉടനെ വീട്ടിലെത്തണം. എന്താ അമ്മേ? മറു ചോദ്യം വേണ്ട. വീട്ടിലെത്താൻ പറഞ്ഞാൽ എത്തിയിരിക്കണം. വരാം. അഞ്ജന തീരുമാനിച്ചോട്ടെ, ഞാൻ അവളെ അനുസരിച്ചോളാം. മോനെ, അവൾ സമ്മതിക്കില്ല. അതാ നിന്നെ കാണാൻ വന്നത്. ഞാൻ പിന്നെ എന്താ ചെയ്യണ്ടേ? അഞ്ജനെ മറക്കണോ? അതെ. എത്ര നിസ്സാരമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. അഞ്ജനെ മറക്കണം അല്ലേ? കുഞ്ഞിലെ മുതൽ കളിച്ചു വളർന്നടാ ഞങ്ങള്. വലുതായപ്പോ ഞങ്ങൾക്ക് മനസ്സിലായി ഒരുമിച്ച് ജീവിക്കേണ്ടവരാണെന്ന്. നിങ്ങൾ ആരും വേണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. എന്റെ ചങ്ക് മുറിച്ചു മാറ്റാനാ നിങ്ങൾ വന്നത്. ഭാസ്കരേട്ടൻ അറിയില്ലേ, എനിക്കതിന് കഴിയൂ. മരണം എന്താന്ന് ആർക്കും പറയാൻ കഴിയില്ല. പക്ഷെ എന്റെ മരണം എനിക്കറിയാം. ഇന്നാണോ നാളെയാണോ? ഈ അച്ഛന്റെ അവസാന ആഗ്രഹമാണ്. സാധിച്ചു തരണം. മരിക്കാൻ പോകുന്ന ആളുടെ അവസാനത്തെ ആഗ്രഹം അല്ലേ? ഞാൻ ഈ ആവശ്യം ഉന്നയിച്ചത് എന്റെ മോൾ അറിയരുത്. ആരാച്ചാരുടെ വേഷം അവസാനം എനിക്കല്ലേ മാവാ. വാക്ക് തരണം.
ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. ഡാ, നീ കമ്പനിയുടെ വൈസ് ചെയർമാനായിട്ട് ജോയിൻ ചെയ്തിട്ട് ആദ്യമായിട്ട് വീട്ടിൽ വരിക. ആർ യു എൻജോയിങ് യുവർ ജോബ്? യാ ഷുവർ. ഞാൻ ആസ്വദിച്ചാ ജോലി ചെയ്യുന്നേ. ആസ്വദിക്കാൻ പറ്റിയ കാലാവസ്ഥ അവിടെ ഉണ്ടല്ലോ. തണുപ്പ് മാറിയിട്ടില്ല, ഇനി ചൂടാവുമല്ലോ. ചൂടാകും, ഉറപ്പല്ലേ? ഒരേ കാലാവസ്ഥയിൽ എല്ലാവർക്കും ജീവിക്കാൻ കഴിയില്ല. ആ അതെ. എന്നെ വിളിപ്പിച്ചതില് എനി പ്രോബ്ലം? അവിടെ അങ്ങനെ വല്ലതുണ്ടോ? ഇല്ല. അവിടെ അഞ്ജന എന്ന് പറയുന്ന ഒരു തൊഴിലാളി പെണ്ണുണ്ട്. അഹങ്കാരി അവൾ. സോനി അവൾ ആക്രമിച്ചു. ഒരു ജോലിയും ചെയ്യാതെ അവൾ ശമ്പളം വാങ്ങുന്നത്. ഇത്രയും ഉത്തരവാദിത്വം ഇല്ലാത്തൊരു തൊഴിലാളി. അവള് മിടിക്കാമേ.